ധന്യമീ ജീവിതം കാണുന്ന പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഞാനൊരു സംഭവം പറയും. ഒരു കഥയാകാം, ആകാതിരിക്കാം. ധന്യമീ ജീവിതത്തിൽ പറയുന്ന കഥയുടെ സത്യാംശത്തെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇത് തന്നെയായിരിക്കും ഞാൻ ചെറുകഥ ആയിട്ട് എഴുതുക. ഇന്ന് ഈ പറയാൻ പോണതും ഒരു കഥയാക്കി എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചെറുകഥ എഴുതി പഠിപ്പിച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ കാലം മനസ്സിൽ കിടക്കുമ്പോൾ കഥയാകും. കഥാനായകൻ ചെറുപ്പക്കാരനാണ്. ആ യുവാവിൻ്റെ ഒരമ്മാമൻ വാരാണസിയിൽ താമസിക്കുന്നുണ്ട്. വാരാണസിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ യുവാവ് താമസിക്കുന്നത്. അമ്മാമൻ വാരാണസിയിൽ ചെന്ന സ്ഥിതിക്ക് അമ്മാമനെ ഒന്ന് കാണാൻ തോന്നി. അമ്മാവൻ വയസ്സായിട്ട് ഇരിക്കുകയാണ്. വാരാണസി എന്ന് പറഞ്ഞാൽ കാശി. എനിക്ക് സുപരിചിതമുള്ള സ്ഥലമാണ്. അവിടെ പോയി താമസിച്ചിട്ട് ഞാനൊരു നോവൽ ചെയ്യുന്നുണ്ട്, കാശി എന്ന പേരിൽ. മാതൃഭൂമി വാരാന്ത പതിപ്പിലാണ് അത് കണ്ടശയായിട്ട് വന്നത്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ് വാരണാസി. അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലം. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ട എന്നുള്ള പോലുള്ള അത്ഭുതങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന ചെറുകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നത് ഗംഗാപ്രസാദിൻ്റെ കുതിര. അത് ഈ വാരാണസി പശ്ചാത്തലത്തിലാണ്. അവിടുന്ന് ഒരു കുതിരക്കാരനിൽ നിന്ന് കിട്ടിയ ഒരു കഥയാണ് ഗംഗാപ്രസാദിൻ്റെ കുതിര. ഈ കഥാനായകനായ ചെറുപ്പക്കാരൻ ഏതായാലും വാരാണസി പോയി അമ്മാവനും അമ്മായിയും കൂടിയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് എത്തി. അവിടുത്തെ വീടുകൾക്കാൾ പല പ്രത്യേകതയുണ്ട്. കാശി എന്നുള്ള സ്ഥലത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. കാശി എന്നുള്ള സ്ഥലത്തിന് ശവത്തിന് ഗന്ധമില്ലാത്ത സ്ഥലമാണ് കാശി. അത് വേറൊരു വിഷയമുണ്ട്, വേറൊരിക്കൽ പറയാം. അവിടെ പോയി വീട്ടിലെ വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അമ്മാവനോടുണ്ട്, അമ്മായി അവിടെ ഉണ്ട്. ചെറുപ്പക്കാരനോട് അമ്മാവൻ പറഞ്ഞു, ഇനി നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. ഞാൻ ഇടയ്ക്ക് ചില ചെറുപ്പക്കാരായിട്ടുള്ള പുതിയ തലമുറയോട് ചോദിക്കാറുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. നമുക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ഭാര്യ അവിടുന്ന് ചോദിക്കും, എന്തെങ്കിലും നമ്മൾ പരിചയമില്ലേ? വെറുതെ ചെറുപ്പക്കാർ കുട്ടികളെ കളിയാക്കുന്നത്. ഇവിടെ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടെലിവിഷനും റിമോട്ട് കൺട്രോളും കൂടി ഒരു പരിചയപ്പെടലുണ്ട്. റിമോട്ട് കൺട്രോൾ ഒരിടത്ത് വെച്ചാൽ TV ഓണാവുന്നില്ല. ഇതിൻ്റെ പിക്ചർ അങ്ങോട്ട് കിട്ടത്തക്ക വിധമുള്ള ഒരു പരസ്പര ബന്ധമാണ്. അത് വഴിയിൽ വെച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞാൽ കിട്ടുമോ? അത് കിട്ടില്ല. ഉള്ളു തുറന്ന് സംസാരിക്കണം. ഇതാണ് പരിചയപ്പെടൽ. അപ്പോൾ ഈ യുവാവ് പറഞ്ഞു, അമ്മാമ്മയെ പരിചയപ്പെടാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്, സംസാരിക്കാനാണ് വന്നത്. എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം അറിയണം, അല്ല എനിക്ക് അമ്മാമ്മയുടെ കാര്യം അറിയണം. യുവാവ് പറഞ്ഞു, അമ്മാമ്മക്ക് എന്തൊക്കെയോ അവിടെ ചില ആക്ടിവിറ്റീസോ കാര്യങ്ങളോ പുരാണം വായന എന്തൊക്കെ ഉണ്ട്. അപ്പം പുറത്തേക്ക് പോവല്ലേ? അമ്മാവൻ പറയും, അല്ല വീട്ടിൽ അമ്മായി ഉണ്ട്, വേറെ ആരുമില്ല. നടക്കാനാകട്ടെ അത്ര മിടുക്കൊന്നുമല്ല, വയ്യ. തൽക്കാലം ചാരിയാസയിൽ ഇരുന്ന് വർത്താനം പറയാണ്. ആ വ്യക്തിയാണ് പറയണത്, എന്നാ നമുക്ക് സംസാരിക്കാൻ പുറത്തേക്ക് പോവാം. മരുവൻ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല, ഇരുന്ന് സംസാരിക്കണമെങ്കിൽ പറ്റിയൊരു സ്ഥലമില്ല. ഇനി വല്ല സ്ഥലം ഉണ്ടായിട്ട് വല്ല കല്ലിൻ്റെ മുകളിലോ നിരത്ത് നോക്കലോ ഇരുന്നേച്ചാൽ അമ്മാവിക്ക് നടക്കാനും വയ്യ. ഇത് കേട്ടപ്പോൾ അമ്മായിക്ക് ദേഷ്യം വന്നു. എന്താ കാര്യം? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്വകാര്യം ഉണ്ടോ? ഞാൻ കേൾക്കണമെന്നില്ല, എനിക്കിവിടെ അടുക്കളയിൽ പണിയുണ്ട്, നിങ്ങളവിടെ നിന്ന് പറഞ്ഞോടെ. അല്ല, അമ്മായി കേട്ടോണ്ടല്ല പ്രശ്നം, നമുക്ക് പുറത്തേക്ക് പോകണം. അമ്മാവൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി
ഈ ഫാനൊന്നുമില്ലാതെ കൊതുകടിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പാറപ്പുറത്തിരുന്നു. ആ പാറപ്പുറത്തിരുന്നിട്ട് അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടൊരു നല്ല മനുഷ്യനാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, എൻ്റെ അമ്മായിയുടെ അനിയൻ എങ്ങനെയാണ്, അമ്മായിയുടെ ഏട്ടൻ എങ്ങനെയാണ്, ആ വീട്ടിൽ മറ്റേ പെൺകുട്ടി ജാതിമാരി കല്യാണം കഴിച്ചു, ഈ കഥകളെ പറഞ്ഞു. എൻ്റെ കുടുംബത്തിലെ കാര്യം എന്താണെന്ന് ചോദിച്ചു. മരുമകൻ കുടുംബത്തിലെ കാര്യമൊക്കെ പറഞ്ഞു. മരുമകന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാം പറഞ്ഞു. ഒരു അത്ഭുതം സംഭവിച്ചില്ല. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ കൈ പിടിച്ചു. പുള്ളി കിടക്കുമ്പോൾ ഈ മരുമകൻ ആലോചിക്കുന്നത് ഇപ്പം അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അമ്മായി കേട്ടോണ്ട് കുഴപ്പമില്ല. അമ്മായി ഒരർത്ഥത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുക. നിങ്ങൾക്ക് വർത്താനം പറയണമെങ്കിൽ അവിടെ നിന്ന് വർത്താനം പറഞ്ഞോളൂ, എന്തെങ്കിലും പുറത്തേക്ക് പോകണം, അതുവരെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞ ആളാണ് ഇപ്പം കയ്യും പിടിച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങണത്. പടിയൊക്കെ കയറി വന്നിരുന്നു. നമ്മളുടെ അകത്തുള്ള ചോദ്യം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ ഇപ്പം അവിടെ പോയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അമ്മാവൻ പറഞ്ഞ ഒരു മറുപടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അമ്മാവൻ പറഞ്ഞത്, ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, കേൾക്കുന്ന എൻ്റെ അമ്മായിയാണ്, അതുകൊണ്ടൊരു പ്രോബ്ലം ഒരു അമ്മായിക്ക് അറിയാത്ത ഇതിനേക്കാൾ വലിയ കഥ അമ്മായിക്ക് അറിയാം. എൻ്റെ ഫാമിലിയിലത്തെ കാര്യം ഞാൻ അമ്മായിയോടാണ് ചോദിക്കാറ്, അവിടെ എങ്ങനെയാന്ന് എന്നേക്കറിയാം. പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത്? നീ വാസ്തു എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് വാസ്തു എന്ന്, കണ്ടിട്ടുണ്ടോ? വാസുവിനെ കണ്ടിട്ടില്ല, പക്ഷെ വാസുദേവന്റെ ഫോട്ടോ അമ്മാവൻ്റെ തന്നെ മുറിയിൽ ഒരിടത്ത് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. വാസുദേവൻ അധികം ഫോട്ടോ വെക്കാത്ത അമ്മാവനോട് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാ അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന പോലെ കലണ്ടർ, വാച്ച്, ക്ലോക്ക്, അതൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന പോലെ വാസുദേവന്റെ കാര്യം. ഈ വാസുദേവൻ പല പ്രത്യേകതയുണ്ട്. ഈ വീട് ഇത്രയും കാലമായിട്ട് ഞാൻ താമസിക്കുന്ന വീട്ടിൽ എന്താഗ്രഹിച്ചാലും അത് നടക്കും. ഒരു ദേവതയുണ്ട്, ആ ദേവതയുടെ പേരാണ് തഥാസ്തു. ആ തഥാസ്തു എന്ന ദേവതയുടെ വിളയാട്ടമുള്ള സ്ഥലമാണിത്. ആ തഥാസ്തു എന്നുള്ള ദേവത എങ്ങനെയാ വെച്ചാൽ, ഒരു കാര്യം പറയുമ്പോൾ ഉടനെ ഓക്കെ, അങ്ങനെ വരട്ടെ എന്ന് പറയും. ഇത് അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അമ്മാവൻ പറഞ്ഞു, ഇപ്പം എൻ്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും ഉണ്ട്, നീ താമസിക്കുന്ന വീട്ടിലുണ്ടാവും. ഇവിടെ കുറച്ച് കൂടുതൽ ഉണ്ട്, അതിൻ്റെ വിളയാട്ടം എന്നേ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ചില ദിവസം ഈ ദേവത കൂടുതൽ പ്രകടമായിട്ട് ഈ ദേവത ഉണ്ടാകും. തഥാസ്തു എന്നുള്ള ദേവതയുടെ പ്രത്യേകത, ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഓക്കെ, തഥാസ്തു പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. മുട്ടിന് വല്ലാത്ത വേദന, എന്നെയും കൊണ്ട് ഈ വേദന പോവുള്ളൂ. ഈ ദേവത പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ മരണകാരണം ഇതായിട്ട് മാറും. ഈ ജന്മം ഉള്ള കല്യാണം നടക്കാൻ പോണില്ല, പെട്ടെന്ന് പറയുന്നൊരു വരിയാണ്. നെഗറ്റീവ് വരികൾ നമ്മൾ ധാരാളം പറയും. നെഗറ്റീവ് വരികൾ പറയുമ്പോൾ തഥാസ്തു എന്ന ദേവത ഓക്കെ പറയും. ഇത് ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ സംഭവിക്കും. ഇത് അറിയാതെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ അവിടെ വെച്ച് എന്ത് പറയും, എന്ത് നെഗറ്റീവും പറയും. മരുമകനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഈ ദേവതയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ
കുടുംബകാര്യങ്ങളാവുമ്പോൾ ആരുടെയെങ്കിലും ഒരു കുറ്റം പറയേണ്ടി വരില്ലേ? അതാണ് പ്രശ്നം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബകാര്യമാണ്. കുടുംബകാര്യമാവുമ്പോഴോ എന്തെങ്കിലും രോഗകാര്യം എന്തെങ്കിലും പറയുമ്പോൾ ഏതെങ്കിലും ഒരു വലിയ അബദ്ധം പറ്റിയാൽ അത് ദോഷം ചെയ്യും. അബദ്ധം പറ്റിയാൽ ആ റിസ്ക് കവർ ചെയ്യാനാണ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞത്. മരുവാൻ എന്തെങ്കിലും ഒരു കാര്യം പറയും, ഇപ്പം ഇങ്ങനെയാണ്, ഇന്ന സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അവൻ അങ്ങനെയല്ലേ എന്നോ എന്തെങ്കിലും ഒരു വരി പറഞ്ഞാൽ മതി. ആ സ്വാതന്ത്ര്യം കിട്ടാണ്. ഇപ്പൊ ഇവര് സംസാരിച്ചപ്പോൾ അമ്മാനും മരുവനും സംസാരിച്ചപ്പോൾ അങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയില്ല, അദ്ദേഹം പരമാവധി പറയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ശ്രദ്ധിക്കാതെ പറയാമല്ലോ. അവിടെയാണെങ്കിൽ വീട്ടിലാവുമ്പോൾ അതല്ലല്ലോ. ഈ വീടിൻ്റെ വാസ്തു അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. വാരാണസിയിൽ മാത്രമല്ല, ഭാരതത്തിൽ പല സ്ഥലത്തും കുടുംബങ്ങളിലും ഇങ്ങനെയുണ്ട്. അവിടെ വെച്ച് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ചില വ്യക്തികൾ പറഞ്ഞാൽ ഈ ദേവത ഏറ്റെടുക്കും. അവർക്ക് വേണ്ടപ്പെട്ട ആളായി പറയണതേ. ഓക്കെ ആയിക്കോട്ടെ, കണ്ടോ, ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയും. ആ റിസ്ക് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ വന്നത് എന്ന്. ഗുണപാഠം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എൻ്റെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ആളുകളുടെ വർത്തമാനം ശ്രദ്ധിക്കുന്ന ആളാണ്. ചിലർ ചില വരി പറയുമ്പോൾ അത് എന്താഴ്ചയാണ് ഞാൻ നോക്കും, ഞാൻ വാച്ചിൽ നോക്കും. അവരോട് പറയുന്നില്ല. നിത്യജീവിതത്തിൽ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. അവരോട് മുഖത്ത് നോക്കിയിട്ട് ഇതൊന്നും പറയില്ല. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വരുന്ന പല കാര്യവും നമ്മളങ്ങനെ പറയാറ് ഉണ്ട്. വീടിൻ്റെ വാസ്തു അനുസരിച്ച് വീട്ടിൽ പെരുമാറുമ്പോൾ കോടതിയിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണം, പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണം, ജോലി ചെയ്ത ഓഫീസിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കണം. അത് വേണ്ടേ എന്നൊരു ചിന്തയിലേക്ക് ഈ സംഭവം കൊണ്ടുവരുന്നില്ലേ എന്ന് ചിന്തിച്ച് ധന്യമീ ജീവിതത്തിൽ ഒന്നും ആധികാരികമായിട്ട് പറയല്ല, ചിന്തയ്ക്ക് വിടുക മാത്രമാണ് ചെയ്യുന്നത്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.